എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കസിംബായി ആണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇരിക്കുന്നല്ലേ? സത്യം പറയട്ടെ ഗൈസ്, ഇന്ന് വേറെ എവിടെ ഇരുന്നിട്ട് എനിക്ക് ഇരിപ്പ് ശരിയാകുന്നില്ല. ഇതൊരു കട്ടില, അതിന്റെ പൊക്കത്ത് ഇരുന്ന് വീഡിയോ ചെയ്ത് നോക്കുമ്പോൾ വെളിച്ചമില്ല. പിന്നെ കുറച്ച് അങ്ങോട്ട് മാറി കഴിച്ചു കഴിഞ്ഞാൽ എവിടെയും എനിക്ക് എന്റെ ഇരുത്തം ശരിയാകുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ കാര്യമൊന്നുമില്ല, ആകെ ഉള്ളത് ഈ സ്റ്റൂളേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് ഇരുന്നിട്ട് വീഡിയോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് വെളിച്ചം വെട്ടമൊന്നും ഉള്ളിലേക്ക് കിട്ടുന്നത്. ഇന്ന് സൂര്യമാമൻ എവിടെ പോയിന്ന് അറിയില്ല. കാര്യം ഈ സമയത്ത് സൂര്യനൊക്കെ ഇങ്ങനെ വേണ്ട കുറച്ച് വെട്ടം വെളിച്ചം കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ചെയ്യാണ്ടിരിക്കാനും പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ നിലത്ത് കുത്തിയിരുന്നുണ്ടാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് പോരുത് മക്കളെ. കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാലേ, ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പും കുളിരും ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, എനിക്ക് കുട്ടിക്കാലം തൊട്ടേ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു മാസം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഈ 4 മാസം. ഫെബ്രുവരിക്കകത്ത് കുറെ മാറ്റം വരും. പക്ഷെ നവംബർ, ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രക്കും വെറുപ്പ് പിടിച്ച മാസങ്ങളാട്ടോ. വേറെ ഒന്നുമല്ല ഗൈസ്, എനിക്ക് ഈ ഒരു മാസം ആകുമ്പം തണുപ്പും കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ ശരീരം ആകെ ഉണങ്ങി തുടങ്ങും. ഉണങ്ങി എന്തെന്നാ പറയാ, ഡ്രൈ സ്കിന്നാണ് എന്റെ പ്രശ്നം. ചെറുപ്പം തൊട്ടേ ഉള്ള പ്രശ്നമാണ്, പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. എന്റെ ഉപ്പച്ചിക്ക് നല്ലോണം ഡ്രൈ സ്കിന്നായിരുന്നു, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉപ്പച്ചിക്ക് ഉണ്ട്, ഞാൻ ചെറുപ്പത്തിൽ കണ്ട ഓർമ്മയുണ്ട്. അപ്പൊ അത് തന്നെയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. ഉമ്മച്ചിക്കൊന്നും ഇല്ല കേട്ടോ, ഉമ്മയൊക്കെ നല്ല സോഫ്റ്റ് ഇതാണ്. പക്ഷെ എനിക്കാണ് ഈ ഇത് കിട്ടിയേക്കുന്നത്, ഈ ഡ്രൈ സ്കിന്നിന്റെ. അവിടെ ചെറുപ്പകാലത്ത് നല്ലോണം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ശരീരമൊക്കെ ചൊറിയുക. ഞങ്ങളെ നാട്ടില് മൊരിച്ചിൽ എന്ന് പറയും, മൊരിച്ചിൽ എന്നൊക്കെ പറയും. അപ്പൊ ഇത് സ്കിന്നെല്ലാം കൂടി ഇങ്ങനെ വിണ്ട് കീറി പാമ്പിന്റെ പടം അഴിഞ്ഞിടുന്ന പോലത്തെ ഇല്ല, അതുപോലെ ആയിരിക്കും. പിന്നെ ചൊറിയുമ്പം ഇതെല്ലാം കൂടി ഈ കാറ്റത്ത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പം പിന്നെ ഫേസിൽ ഈ ഭാഗത്ത് നന്നായിട്ട് വരും, ഈ രണ്ട് ഭാഗത്ത്. പിന്നെ കൈയിന്റെ മുട്ടിന്റെ അവിടെ നമുക്ക് തന്നെ നമ്മളോട് വെറുപ്പ് തോന്നും. അതിന്റെ അപ്പുറം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മളെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചിലപ്പോ ഉണ്ടല്ലോ നമ്മളെ കളിയാക്കും. പിന്നെ മാറിയിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സീറ്റിൽ നിന്ന് ഇരുത്താനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെയാണ് കാലിന്റെ അടിയിൽ വിണ്ട് കീറുന്ന സ്വഭാവം. അതിങ്ങനെ വിണ്ട് കീറി പാടമൊക്കെ ഉണങ്ങി വരണ്ട് വിണ്ട് കീറുന്ന പോലെ വിണ്ട് കീറി അതിൻ്റെ ഉള്ളിൽ കൂടെ പഴുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് പകുതി ദിവസം സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ മാസങ്ങളാട്ടോ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. പൊതുവെ എനിക്കുണ്ട് എങ്കിലും. അപ്പം അങ്ങനെ നമ്മളെ വളർന്ന് വരുന്നതനുസരിച്ച് നമ്മുടെ കോലങ്ങൾക്കൊക്കെ മാറ്റമൊക്കെ വന്ന് ഇപ്പൊ ഏകദേശം ഈ ഒരു ലെവലിൽ എത്തി. ഇപ്പം മൊരിഞ്ഞും കിരിഞ്ഞൊന്നും ഇല്ല, എന്നാലും ചുളിവുകളുണ്ട്. ഇപ്പൊ വയസ്സായതിന്റെ ചുളിവുകളുണ്ട്. പണ്ട് തൊട്ടേ ഇങ്ങനെ ചുളിവുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇതൊക്കെ എങ്ങനെയാണ് പോയതെന്നും ഞാൻ പിന്നീട് എന്താണ് കാര്യങ്ങൾ ചെയ്തതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. കാരണം ഇപ്പോഴൊക്കെ കാണിക്കുമ്പോൾ ചില കൂട്ടുകാരൊക്കെ ചോദിക്കുന്നതിന്റെ പണ്ടത്തെ സ്കിന്നൊക്കെ പോയല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ പ്രത്യേകിച്ച് മഞ്ഞുകാലം ആകുമ്പം ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സോപ്പ്. അപ്പം ഞാൻ മേടിച്ച സോപ്പ് ഇപ്പോൾ കയ്യിലില്ല, അതുകൊണ്ട് അത് കാണിച്ചു തന്നെ. സാധാരണ സോപ്പ് ഞാൻ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഗ്ലിസറിൻ അടങ്ങിയ സോപ്പ് സാധാരണ ഉപയോഗിക്കുള്ളൂ. അത് കുട്ടിക്കൂറേൻ്റെ ഗ്ലിസറിൻ അടങ്ങിയ സോപ്പ് ഉണ്ട്, പിയേഴ്സിൻ്റെ ഉണ്ട്. ഏത് കമ്പനിയുടെ ഗ്ലിസറിൻ അടങ്ങിയ സോപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് കുറേ മാറ്റം വരും. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പെട്ടെ, ഞാൻ കുറച്ച് നാളൊരു പിന്നെ തൃശ്ശൂരിൽ നിന്ന് എനിക്ക് ഇതുണ്ടായിരുന്നു. തൃശ്ശൂരിൻ്റെ ആ സമയത്ത് ഞാൻ കുറച്ച് കാലം ഒരു ആശ്രമത്തിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആശ്രമം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഇത് വിശദീകരിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു ആയുർവേദ മരുന്നുകളുടെ ഇതായിരുന്നു. ഈ സോറിയാസ് പോലത്തെ സ്കിന്നെ സംബന്ധിച്ച രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ഒരുതരം ക്രീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്കിന്നിന്റെ, അവരുടെ സോറിയാസുകാർക്ക് തേക്കണ്ടേ. അപ്പൊ കുളിക്കുന്നതിന്റെ മുമ്പ് ചിലപ്പോൾ എന്നോട് അവിടുത്തെ സ്വാമിയുടെ ഭാര്യ നമ്മുടെ ചേച്ചിയുണ്ട്, ചേച്ചി പറയും, കാശിയ അതൊക്കെ ഒത്തിരി മേത്ത തേച്ചാൽ നീ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് സുന്ദരക്കുട്ടനായിട്ടേ പോവുള്ളൂ എന്നിട്ട് പറഞ്ഞ പോലെ. ഏകദേശം 3 മാസം കൊണ്ട് ഞാനിവിടുത്തെ ക്രീമൊക്കെ എടുത്ത് തേച്ച് കുളിക്കുന്നതിന് മുമ്പൊക്കെ തേച്ചോണ്ട് കിടക്കും. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് സോപ്പ് ഉപയോഗിക്കുന്നത് അവിടെ പിന്നെ താളിപ്പൊടി എന്ന് പറയാം. ഈ ചെറുപയറും പിന്നെ മുതിരയും കടലയും എല്ലാം കൂടി പൊടിപ്പിച്ച് കിട്ടുന്ന ഒരു പൊടി ഉണ്ടല്ലോ. അല്ലെങ്കിൽ കടലപ്പൊടി ആണെങ്കിലും മാത്രം മതി, അല്ലെങ്കിൽ ചെറുപയർ പൊടിയാണെങ്കിലും മതി. ഇത് തേച്ച് നമുക്ക് കുളിക്കുമ്പോൾ നമ്മൾ അത് തേച്ചിട്ടാണ് കുളിക്കുക. അപ്പൊ സ്കിന്നിലുണ്ടായത് ഈ വഴുവഴുപ്പെല്ലാം അങ്ങ് പൊക്കോളും. അങ്ങനെ 3 മാസം ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നോൺ വെജ് കഴിക്കാൻ പാടില്ല, വെജിറ്റബിൾ മാത്രം അവിടെ നമുക്ക് കിട്ടുക. അപ്പൊ അതെല്ലാം കഴിച്ചിട്ട് 3 മാസം കൂടിയാണ് എൻ്റെ ഏകദേശം സ്കിന്നിലുണ്ടായത് അങ്ങനത്തെ ഇതെല്ലാം അങ്ങ് പോയി. പിന്നെ നാട്ടിൽ വന്ന് പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തപ്പോൾ വീണ്ടും ഇത് തുടങ്ങി കേട്ടോ. അപ്പൊ കാലക്രമേണ അത് മാറി വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഗ്ലിസറിൻ. അപ്പൊ ഗ്ലിസറിൻ പണ്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഗ്ലിസറിന്റെ കൂടെ ഒരു സാധനം കൂടി കൂട്ടി യോജിപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇത് പൂർണ്ണമായിട്ടും പോകുന്നു മാത്രമല്ല, നമുക്ക് സ്കിന്നൊരു സോഫ്റ്റ് പോലെ ആവുന്നു. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റും. ഒരു പക്ഷേ ഡ്രൈ സ്കിൻ അനുഭവിക്കുന്നവർക്ക് അതിന്റെ ഒരു വേദന മനസ്സിലാവുള്ളൂ. കാരണം ചൊറിച്ചിലും ബഹളവും കൊണ്ട് ആകെ ഒരു മടുപ്പായിരിക്കും, പ്രത്യേകിച്ച് 2 മാസത്തില്.
അപ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ റോസ് വാട്ടർ അല്ലെ, എല്ലാവർക്കും അറിയുന്ന സാധനമാണ് റോസ് വാട്ടർ. ഇത് ഡാബർ കമ്പനിയുടെ റോസ് വാട്ടറാണ്. മറ്റൊന്ന് ഗ്ലിസറിൻ. ഇവ രണ്ടും പുലികളാണ് കേട്ടോ. എപ്പോഴും നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ, കുട്ടികൾക്കാണേലും ഉപയോഗിക്കാം. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ നിങ്ങൾ വീട്ടിൽ മേടിച്ച് വെച്ചാൽ വേറെ ഒരുപാട് ക്രീമുകളും കാര്യങ്ങളൊന്നും മേടിച്ച് പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഫേസിലാണെങ്കിലും എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ സ്പൂണും കാര്യമൊന്നും എടുത്തില്ല. ഒരു സ്പൂണ് ഗ്ലിസറിനാണ്, ഒരു സ്പൂണ് പിന്നെ റോസ് വാട്ടറും ചേർത്തെടുക്കുക. അപ്പം ഞാനാണെങ്കിലും ഇപ്പം കുറച്ച് എടുക്കുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ റോസ് വാട്ടർ എടുത്തു, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലിസറിനും കൂടി കുറച്ച് എടുത്തു. കുറച്ച് ഗ്ലിസറിനും കൂടി ചേർത്ത് വെച്ചിട്ട് രണ്ടും കൂടി നന്നായിട്ട് കയ്യിലിട്ടിട്ട് തിരുമ്പി എടുത്തിട്ട് കൈകളിലും കാലിലും മുഖത്തൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിക്കും. നല്ലതാട്ടോ. ഇത് കുളി കഴിഞ്ഞിട്ട് വേണേൽ അങ്ങനെ ഉപയോഗിക്കാം. കാരണം ഇത് രണ്ടിൻ്റെ കൂടി, ഗ്ലിസറിന് പ്രത്യേകിച്ച് മണമില്ലല്ലോ, നമ്മുടെ റോസ് വാട്ടർ നല്ലൊരു മണമല്ലേ, അതൊക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടും ചെയ്യും. കണ്ടോ, നല്ല സുഖമാണ്. കണ്ട കൈ കണ്ടോ, കണ്ട സോഫ്റ്റ് പോലെ ഇരിക്കുന്നുണ്ട്. ഇത് മാത്രം മതി, വേറെ ഒരു ചിലരൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ട് ക്രീമുകളൊക്കെ മേടിച്ച് വലിച്ചു വാരിത്തേക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത്രയും മതി നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും. എപ്പോഴും ശ്രദ്ധിച്ചു വെച്ചോട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഡ്രൈ സ്കിന്നുള്ള ചില കുട്ടികളുടെ കാലൊക്കെ ഇങ്ങനെ, എൻ്റെ മക്കൾക്ക് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ, ഇപ്പം അങ്ങനെ കുറേ കുറഞ്ഞു. കാലൊക്കെ വിണ്ട് കീറി അങ്ങോട്ട് ചൊറിഞ്ഞ്, പിന്നെ സ്കിന്നിൻ്റെ ഒക്കെ ഡോക്ടറെ കാണിച്ച് ഇങ്ങനെ മരുന്ന് മേടിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കുറേ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. പിന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് സബോളി. സബോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല, നമുക്ക് ചുണ്ടിനൊക്കെ തേക്കിച്ച് കഴിഞ്ഞാൽ ഈ ചുണ്ടിനും വരുമല്ലോ വെള്ളിച്ച, അത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ വേറെ ഒന്ന് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിബാം, മറ്റേ ഇതിൻ്റെ ഹിമാലയയുടെ ലിബാം ഉപയോഗിക്കും കേട്ടോ, വൈറ്റ്. ഇതും കൂടി ഇതാ എനിക്ക് ഇപ്പം ഞാൻ സബോളിനെക്കാട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ലിബാമാണ്. ലിബാം സൂപ്പർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മഞ്ഞുകാലത്ത് പ്രധാനപ്പെട്ട വേണ്ട സാധനങ്ങൾ കേട്ടോ. പിന്നെ ചില ആൾക്കാർ ചിലപ്പോൾ ഇതൊക്കെ തേക്കും, ചിലപ്പോൾ കളിയാക്കുമായിരിക്കും. നിങ്ങൾ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സ്കിന്ന് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, വേറെ ആർക്കും ഇല്ല. നമ്മുടെ സ്കിന്ന് ചൊറിച്ചിലും പൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ, അതിന് മരുന്ന് മേടിക്കുന്നതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതിപ്പോൾ ഞാനൊരു സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഉള്ള പറച്ചിലല്ല കേട്ടോ. ഇത് നോർമലായിട്ട്, അത് കറുത്ത ആളാണെങ്കിലും വെളുത്ത ആളാണെങ്കിലും ഏതൊരാളാണെങ്കിലും ഡ്രൈ സ്കിൻ ആയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോഫ്റ്റ് ഇതാണെങ്കിൽ അത് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ഇതായിരിക്കും. ഇതും വല്ലാത്തൊരു ബുദ്ധിമുട്ടാട്ടോ. മറ്റേ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ഇതൊന്നുമില്ല, നമ്മൾ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ, വെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈയും കാലും തേക്കണം കേട്ടോ. വെറും വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കൊഴുത്തിരിക്കും. പക്ഷെ വെളിച്ചെണ്ണയും അതിനോടൊപ്പം തന്നെ കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ശരീരത്തിലോ കാലിലൊക്കെ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതും കുറേ ഒരു ആ സമയത്തേക്കാണ്, അത് പൂർണ്ണമായിട്ട് പോകുന്നല്ല, ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടുന്നത് ഈ രണ്ട് സാധനം കേട്ടോ. പിന്നെന്താ പറയുക, അതൊക്കെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ സൺക്രീം ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാൻ ഒരെണ്ണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, എന്നാലും എൻ്റെ അടുത്ത് ഒരെണ്ണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ കഴുത്തിൻ്റെ ഇവിടെ ഈ വെയിൽ കൊള്ളുമ്പോൾ ചൊറിച്ചിൽ വരും, ഭയങ്കര ചൊറിഞ്ഞ് ഇവിടെ കുരുകുരു വരും. അപ്പോൾ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ച് കുറച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി എപ്പോഴും ഈ പുറത്ത് പോകുമ്പോൾ സൺക്രീം ഉപയോഗിക്കണമെന്നാണ്, കഴുത്തിൻ്റെ കൂടെ ഫേസിലൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൺക്രീം ഉപയോഗിക്കണം, മുഖം അങ്ങ് വലിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ സൺക്രീം ഉപയോഗിക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ മേടിക്കുന്ന സമയത്ത് എന്താ പറയുക, ഓയിൽ അടങ്ങിയതോ അല്ലെങ്കിൽ ഇതോ ഗ്ലിസറിൻ അടങ്ങിയ സൺക്രീമൊക്കെ മേടിക്കാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്ലിസറിൻ കൂടി കൂട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ കാണിച്ചത് ഇതൊരു വൈറ്റ് ക്രീമാണ് നമ്മളെ സൺക്രീം. ഇതല്ലേ, ഇത് നമ്മുടെ ഇതേതാ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്മിയുടെ കേട്ടോ. അത് നല്ല റേറ്റും ഉണ്ട്, 100 രൂപ കുഞ്ഞ് സാധനത്തിന് 110 രൂപ ഒന്നും കണ്ടായിട്ടുണ്ട്. ദിവസേന വില കൂടുന്ന സാധനമാണത്. അതിൻ്റെ കൂടെ നമ്മുടെ ഗ്ലിസറിൻ കൂടി ഗ്ലിസറിനകത്ത് കുറച്ച് പോയിട്ടോ, അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിച്ച് നോക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്താൽ ഏകദേശം ഇങ്ങനെ കിട്ടും. അതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് പുറത്തോട്ട് പോയാൽ മതി കേട്ടോ, വേറെ കുഴപ്പമൊന്നും തേക്കണ്ട. പിന്നെ അതൊക്കെ നമ്മുടെ സ്കിന്ന് നമ്മളെ ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് നടക്കുന്നത്. ചില ആൾക്കാർ നമ്മളൊക്കെ കുളിച്ചൊരുങ്ങി വെച്ച്, ഞാൻ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഇച്ചിരി കുളിച്ച് വെച്ച് വൃത്തിയായിട്ടൊക്കെ നടക്കുന്ന ഒരാളാണ് കേട്ടോ. ചില ആൾക്കാർ അതൊന്നും പറയാൻ നമ്മൾ മൈൻഡാക്കേണ്ട കാര്യമില്ല. നമ്മൾ 2 നേരം കുളിക്കാൻ പറ്റുമെങ്കിൽ 2 നേരം കുളിച്ചോളുക. അതിനനുസരിച്ച് നമ്മുടെ മുടിയൊക്കെ ചീകി ഒതുക്കി വൃത്തിക്ക് നടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് പൗഡർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ വെച്ച് പൗഡർ എന്തെങ്കിലുമൊക്കെ ഇടും. കാരണം എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനമുള്ളൂ കേട്ടോ, ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ അത് എൻ്റെ ഒരു ശീലമാണ്. ഓരോരുത്തർക്കും ഒരു ശീലമുണ്ട്. പക്ഷെ മെയിനായിട്ട് 2 നേരം കുളിക്കുക നല്ല വൃത്തിയായിട്ട്. പിന്നെ പരമാവധി ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ സോപ്പ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നത് നല്ലതാണ്. സോപ്പിന് പകരം നമുക്ക് കടലപ്പൊടിയൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അതൊന്നും പറ്റുന്നില്ല. ഇപ്പം നമ്മളെപ്പോലെ
വീട് വിട്ട് മാറി നിൽക്കുന്നവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഗ്ലിസറിൻ അടങ്ങിയ സോപ്പ് ഉപയോഗിച്ചാൽ കുറേ മാറ്റം വരും കേട്ടോ. സാധാരണ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് സോപ്പ് തീർന്നു പോയതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പം അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം മെയിനായിട്ട് വേറെ വിശേഷം ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഈ ഒരു സംഭവം അത്യാവശ്യം തോന്നുന്ന ഒരു കാര്യം. അപ്പം ട്രൈ സ്കിന്നിലുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാസിം ഭായി വീണ്ടും വരാം. എല്ലാവരോടും സ്നേഹം മാത്രം. ടാറ്റാ.